ഈ ഒരു വീഡിയോയോടുകൂടി നിങ്ങൾ ലെഗ് സ്പിന്നിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് പഠിക്കും. ലെറ്റ്സ് ഗോ. നമുക്ക് ഗ്രിപ്പിലേക്ക് വരാം. ഗ്രിപ്പിലേക്ക് വരുമ്പോൾ നോർമലി നമ്മൾ ഗ്രിപ്പ് ആക്ച്വലി പിടിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലാണ്, ഒരു കൺവീനിയൻറ്റ് ഗ്യാപ്പ് ആയിരിക്കണം. തമ്പ് ലൈറ്റ് സപ്പോർട്ടിങ് ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ലെഗ് സ്പിൻ ഈസ് റിംഗ് ഫിംഗർ. നമ്മൾ സ്പിൻ കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പിൻ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ റിംഗ് ഫിംഗറിൽ നിന്നായിരിക്കണം. ബേസിക്കലി എല്ലാവരും ഗ്രിപ്പിംഗ് സമയങ്ങളിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, പക്ഷേ റിലീസിംഗ് ടൈമിൽ എല്ലാവരും ഒരു കോമൺ മിസ്റ്റേക്സ് വരുവെച്ചിട്ടുണ്ടെങ്കിൽ റിംഗ് ഫിംഗറിന്റെ എഫേർട്ട് നാച്ചുറലി കുറയാറുണ്ട്. ഓക്കെ, നമ്മൾ ഗ്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്ന ടൈം മുതൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റണ്ണപ്പ് നമ്മൾ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും ചെയ്ത ബേസിക് തെറ്റുകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നിട്ടൊരു അൺവാണ്ടഡ് ജമ്പ് ഉണ്ടാവും, ഇവിടെ വന്നിട്ടൊരു ഹൈറ്റിലേക്ക് ഒരു ജമ്പ് ഉണ്ടാവും. ജസ്റ്റ് കട്ട് ഇറ്റ്. ആ ജമ്പ് കൊണ്ട് നമുക്ക് സ്പെഷ്യലി നമുക്കൊന്നും ഗെയിൻ ചെയ്യാനില്ല. നിങ്ങൾക്ക് ആ റണ്ണപ്പിൻ്റെ മൊമെൻറ്റം ഗെയിൻ ചെയ്തിട്ട് നേരെ ലാൻഡ് ചെയ്യുക, ബാക്ക് ഫുട്ട് ലാൻഡ് ചെയ്യുക, ഫ്രണ്ട് ലാൻഡ് ചെയ്യുക, വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ദെൻ ആ കോക്ക് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ റിലീസ് ഫോളോ ത്രൂ ചെയ്യുക. എപ്പോഴും ലെഗ് സ്പിന്നേഴ്സിൻ്റെ ഒരു ബേസിക് ആർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്പിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്പിന്നേഴ്സിൻ്റെ റോൾ എന്താണ്? മാക്സിമം ബോൾ സ്പിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റിംഗ് ഫിംഗർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. റിംഗ് ഫിംഗറിൻ്റെ ഇതും നമ്മുടെ ഗ്രിപ്പിൻ്റെ പ്രഷറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 99% ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഒരു സ്പിൻ ക്വാളിറ്റി ഉള്ള സ്പിന്നേഴ്സ് പറയുന്നതിന് മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബേസ് തിങ് ഈസ് ഗ്രിപ്പിങ്ങിൻ്റെ പിടിക്കുന്നതെല്ലാം കറക്റ്റാണ്, പക്ഷേ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് 99% കുട്ടികളുടെ തെറ്റാണ്. അവർ ഹൈലി ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. സോ റിസ്റ്റ് ഓക്കെ കഴിഞ്ഞാൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ബോൾ സ്പിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ റിസ്റ്റ് മൊബൈലിറ്റി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പിന്നേഴ്സിനെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ റിലീസ് പോയിന്റ് ആണ് ആക്ച്വലി ലെഗ് സ്പിൻ ടൈമിൽ ഹിപ്പ് എപ്പോഴും ബാറ്റ്സ്മാനെ തന്നെ ഫേസ് ചെയ്തിരിക്കണം. ദെൻ റിലീസിങ് സമയത്ത് നമ്മുടെ തലയിൽ നിന്ന് കുറച്ച് എവേ ആയിട്ട് ലെഗ് സ്പിൻ ഇരിക്കണം. ലെഗ് സ്പിൻ റിലീസ് ചെയ്യാൻ പറ്റണം. ആൻഡ് സ്പെഷ്യലി നമ്മളുടെ ബാക്ക് ഓഫ് ദ പാം എപ്പോഴും മിഡ് ഓഫിനെ ഫേസ് ചെയ്ത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നാച്ചുറൽ നല്ല ടേൺ, നല്ല സ്പിന്നിങ് കിട്ടുന്ന സാധ്യത കൂടുതലാണ്. എനിക്ക് ഈ സ്പിന്നേഴ്സിന്റെ റണ്ണപ്പ്, ഇപ്പോൾ സ്പിൻ ആയാലും ലെഗ് സ്പിൻ ആയാലും സെയിം റണ്ണപ്പ് തന്നെയാണോ ഈ സ്പിന്നേഴ്സിനുള്ള? റണ്ണപ്പിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എറിയാൻ പോകുന്ന ബോളിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ എറിയാൻ വേണ്ടി ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബോഡിയെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. കുട്ടികൾ ചെയ്യുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വേറൊരാളെ കോപ്പി ചെയ്തിട്ടായിരിക്കും റണ്ണപ്പ് എടുക്കുന്നത്. അങ്ങനെയല്ല, അവരുടെ സെൽഫ് എബിലിറ്റി ഒരു കോച്ചിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അവരുടെ റണ്ണപ്പ് ആവശ്യമായിട്ടുള്ളത് ജഡ്ജ്മെന്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ് റണ്ണപ്പിന്റെ കാര്യം. പല ലെഗ് സ്പിന്നേഴ്സും നടന്നു വന്നിട്ടായാലും ഓടി വന്നിട്ടായാലും ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. ഈ റണ്ണപ്പിൽ സ്പിന്നേഴ്സിന് ജമ്പ് ആവശ്യമുണ്ടോ? ഒരു നിർബന്ധമാണോ? ഇല്ല, ആക്ച്വലി ജമ്പ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, ഏറ്റവും നല്ലത്. ജമ്പ് ചെയ്യാം, നമുക്ക് ജമ്പ് ചെയ്യാം, പക്ഷെ അതിനൊരു ഫാക്ടർ മേജർ മിസ്റ്റേക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ജമ്പ് ഹൈ. ഓക്കെ, യു ക്യാൻ ജമ്പ് ഇൻ ഫ്രണ്ട് ആക്ച്വലി, പക്ഷെ സ്ലൈറ്റ്ലി സ്പിന്നേഴ്സിനെ സംബന്ധിച്ചോളം ജമ്പിങ് കുറച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. കാരണം ജമ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റെബിലിറ്റി, നമ്മൾ ഗ്രൗണ്ടിൽ നമ്മളുടെ സ്റ്റെബിലിറ്റി മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ സ്റ്റെബിലിറ്റിന് അവിടെ നിന്നാണ് നമ്മളുടെ അലൈൻമെന്റ്സും എല്ലാം, ബോളിംഗ് അലൈൻമെന്റ്, ഫുട് വർക്ക്സ് അലൈൻമെന്റ്സ്, ബോഡി അലൈൻമെന്റ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന്. അപ്പൊ പരമാവധി ജമ്പ് ലെസ് ആക്കിയാൽ നന്നായിരിക്കും. അതായത് പരമാവധി ഹൈ ജമ്പ് പോലെ ചാടാതെ പരമാവധി ഫ്ലാറ്റ് ആയിട്ട് ജമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ലോഡിങ് നോക്കുകയാണെങ്കിൽ പലരും ഈ സൈഡിൽ ലോഡ് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ കൂടെ എടുത്തിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ലോഡിങ് എന്താണ് ഈ ലെഗ് സ്പിന്നിൽ? there is no good loading, bad loading അങ്ങനെയില്ല. പക്ഷെ കൺവീനിയന്റ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എൽബോ ഉണ്ടല്ലോ, എൽബോ സ്ലൈറ്റ്ലി ഓപ്പൺ ആയിട്ട് ലെഗ് സ്പിന്നേഴ്സ് ലോഡ് ചെയ്ത് നന്നായിരിക്കും. കാരണം ലെഗ് സ്പിന്നേഴ്സ് എറിയുന്ന സമയത്ത് റിലീസ് പോയിന്റ് കുറച്ച് തള്ളുന്ന ഹെവി ആയിട്ടാണ് നമ്മൾ ലെഗ് സ്പിൻ വരേണ്ടത്. അപ്പോൾ ഈ ലോഡിങ്ങിന് നമ്മളുടെ ബോഡി അനാറ്റമി വെച്ചിട്ട്, ബയോമെക്കാനിക്സ് വെച്ചിട്ട് ഇത് സ്ലൈറ്റ്ലി എൽബോ അകലും തോറും ഈ റൊട്ടേഷൻ, ഈ ഗ്യാപ്പ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിരിക്കും. അത് നമുക്ക് ടേണിന് ഹെൽപ്പ് ചെയ്യും, റിലീസ് പോയിന്റിൽ ഹെൽപ്പ് ചെയ്യും. സെയിം തിങ് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് 1-2 പേര് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അവർ എൽബോ എന്ത് ചെയ്യും, ഇവിടുന്ന് ലോഡ് ചെയ്യുന്നതിന് പകരം ഇവരെന്ത് ചെയ്യും, ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്നതോറും നമുക്ക് ഗൂഗിളീസ് എറിയാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അതൊരു മൈനർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്, പക്ഷെ മേജർ റിസൾട്ട് കിട്ടും. ഇവിടെ നിൽക്കുന്ന എൽബോനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. സോ അത് കുറച്ചുകൂടി ഗൂഗിൾ എറിയുന്ന സമയങ്ങളിൽ ഈ നമ്മളുടെ ബോളിംഗ് ആം എന്ത് ചെയ്യണം, നമ്മുടെ തലയോട് ചേർന്നായിരിക്കണം വരേണ്ടത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്.
സോ നമുക്കൊരു ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഷെയ്ൻ വോൺ ആണ്, നമ്മൾ എക്സ്പിൻ കിങ് എന്ന് പറയുന്നത് ഷെയ്ൻ വോൺ ആണ്. ഷെയ്ൻ വോണിന്റെ ലോഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇസ് പക്ക സൈഡ് ഓൺ ബോളർ. അദ്ദേഹത്തിന്റെ ലോഡ് വരുന്നത്, എൽബോ വരുന്നത് ബോഡിയിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും, 90 ഡിഗ്രി ഓൾമോസ്റ്റ് എവേ ആയിട്ടായിരിക്കും ലോഡിങ് വരുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് അതുകൊണ്ട് കുറച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതുകൊണ്ട് മാത്രമല്ല ടേൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്, അദ്ദേഹത്തിന്റെ റിസ്റ്റിന്റെ കോക്കിംഗ് ആണ് അനദർ മേജർ പോർഷൻ. പക്ഷെ ഇതൊരു ഫാക്ടറാണ്. ഓക്കെ, രണ്ടാമത് റാഷിദ് ഖാൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഗൂഗിൾ ചെയ്യുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ എൽബോ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫാസ്റ്റസ്റ്റ് ഗൂഗിൾ ചെയ്യണം. നോർമൽ ഗൂഗിളി പോലെയല്ല, സ്ലോ ആയിട്ടല്ല, ബോൾ ഫ്ലാറ്റ് ആയിട്ട് വരുന്നു, ബോൾ കുത്തിയിട്ട് അകത്തേക്ക് പോകുന്നു. അത് ബാറ്റ്സ്മാനെ കൺഫ്യൂസ് ചെയ്യാനും ബാറ്റ്സ്മാനെ ഔട്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ടൈമിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ നിന്ന് സ്ലൈഡ്ലി അകത്തേക്കാക്കും. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ റാഷിദ് ഖാൻ ഇസ് മാസ്റ്റർ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പല സ്പിന്നേഴ്സും ലെഗ് സ്പിന്നേഴ്സും, പ്രത്യേകിച്ച് ലെഗ് സ്പിന്നേഴ്സ് സ്ട്രൈറ്റ് ലെങ്ത് ബോൾ ചെയ്യുമ്പോൾ ചിലർ ഭയങ്കര ലോ ആയിരിക്കും, ചിലർ ഭയങ്കര ലെങ്തി ആയിരിക്കും. ശരിക്കും ഇതിന്റെ ഒരു പ്രോപ്പർ അളവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രൈറ്റ് ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെഗ് സ്പിന്നറെ സംബന്ധിച്ചോളം. സ്ട്രൈറ്റ് ലെങ്ത് പറയുന്നത് ഒപ്റ്റിമം സ്ട്രൈറ്റ് ലെങ്ത് ആണ് നാച്ചുറലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഒപ്റ്റിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് മാക്സിമം നോട്ട് മിനിമം, ഇൻ ബിറ്റ്വീൻ, അതാണ് സ്ട്രൈറ്റ് ലെങ്ത്. നോർമലി ഓഫ് സ്പിന്നറെ സംബന്ധിച്ചോളം സ്ട്രൈറ്റ് ലെങ്ത് വളരെ കുറവായിരിക്കും. ലെഗ് സ്പിന്നറെ സംബന്ധിച്ചോളം അറ്റ്ലീസ്റ്റ് ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് വരാം, കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് വരാം. കാരണം ഇത് റിസ്റ്റ് സ്പിന്നേഴ്സ് ആണ്. ഇവരുടെ റിസ്റ്റിൽ നിന്ന് നമുക്ക് സ്പിൻ അപ്പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്ട്രൈറ്റ് ലെങ്ത് കുറച്ച് മിനിമലിന്റെ ബോ ആയിരിക്കണം, ബട്ട് നോട്ട് മാക്സിമൽ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒപ്റ്റിമൽ എന്നാണോ, ഒപ്റ്റിമൽ സ്ട്രൈറ്റ് ലെങ്ത് ആണ് നമ്മൾ അതിനെ പറയുന്നത്. ദെൻ അതിലെ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ ബാക്ക് ഫുട്ടിന്റെ മൂവ്മെന്റ്. ഇവരുടെ ഹിപ്പ് വരേണ്ടത് റൗണ്ട് ആയിട്ടാണ് ഹിപ്പ് വരേണ്ടത്. ഓക്കെ, നോർമലി ഓസ്പിനേഴ്സിന്റെ നീ ഡോമിനേറ്റിംഗ് ആണ്, നീ ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. ഇവരുടെ പറഞ്ഞ റൗണ്ട് സ്റ്റൈലാണ്, അതായത് ഇങ്ങനെ വരൂ. ഓക്കെ, ഇത് ഇവരുടെ സ്പിൻ കിട്ടാൻ ഇവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, റെവല്യൂഷന് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഷെയ്ൻ വോണെ നോക്കിയാൽ മനസ്സിലാവും, ലൈക്ക് ദിസ് ഹീസ് കമ്മിങ്. ഓക്കെ, ഇനി റാഷിദ് ഖാന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോ അയാളുടെ നീ ഡോമിനന്റ് ആണ്. അയാൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് ആൻ ഓഫ് സ്പിന്നർ. ഇതും ഇൻഡിവിജ്വൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ നോൺ ബോളിംഗ് ആം എങ്ങനെ വരേണ്ടത്? നോൺ ബോളിംഗ് ആം എന്റെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ടിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. ദെൻ കമ്മിങ് ഇൻ. ഓക്കെ, ഫ്രണ്ട് ഗോസ് ഇൻ ഫ്രണ്ട് ആൻഡ് കമ്മിങ് ഇൻ. എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം. ദെൻ ഫിനിഷ് ഫോളോ. കൂടുതൽ ലെഗ് സ്പിന്നേഴ്സ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ബോഡി ഇങ്ങോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലെഗ് സ്പിന്നേഴ്സ്. ആക്ച്വലി ഫാസ്റ്റ് ബോളിങ്ങിനെ സംബന്ധിച്ചോളം നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത് ഫാസ്റ്റ് ബോളർ ആയിട്ടായിരിക്കും, ഫോളോ ത്രൂ കമ്പയർ ചെയ്യുന്നത്. സ്പിന്നേഴ്സിനെ സംബന്ധിച്ചോളം ഇത് നമ്മൾ സ്പിൻ ഇമ്പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബോഡിയുടെ ഹെൽപ്പോട് കൂടി ചെയ്യണം. മനസ്സിലായി? അപ്പൊ നമ്മൾ ഫോളോ ത്രൂ പോയിട്ടുണ്ടെങ്കിൽ സ്പീഡാണ് കൊടുത്തു. സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് റിലീസ് ചെയ്തതിന് ശേഷം മൂവ്മെന്റ് നോക്കിയാൽ മതി. ഇതാണ് ഫോളോ ത്രൂ. Then they are coming ready to catch. എല്ലാ ലെഗ് സ്പിന്നേഴ്സിന്റെയും ഗ്രിപ്പ് ഒരേപോലെയാണോ? ഗ്രിപ്പ് ഒരേപോലെ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. അവരെ ഒരേപോലെ തന്നെ ഗ്രിപ്പ് വരാന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. ഇത് ഗ്രിപ്പിങ്ങിന് ഇവരുടെ ഫിംഗറിന്റെ ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഇത് കംപ്ലീറ്റ് ക്രോസ് പിടിക്കാനുള്ള ഫിംഗറിന്റെ ലെങ്ത് ഉണ്ടാവത്തില്ല. ഇപ്പൊ എന്റെ കൂടെ തന്നെ ഒരു പയ്യനുണ്ട്, ചിച്ചു. ഇപ്പൊ വിദ്യുത് ഞങ്ങൾ ചിച്ചു എന്നാണ് വിളിക്കണത്. വിദ്യുത്തിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ ഞങ്ങൾ നാച്ചുറലി ഒബ്സർവ് ചെയ്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ആം പവർ നല്ല സ്ട്രെങ്ത് ഉള്ള ആം പവർ ആണ്. അതുപോലെ ഇവന്റെ റിലീസ് പോയിന്റ് നാച്ചുറലി റിലീസ് പോയിന്റ് വരുന്നത് ബാക്ക് ഓഫ് ദ പാം എപ്പോഴും കുറച്ച് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇവന് നോർമൽ ബോളിംഗ് എന്ത് സംഭവിക്കും, ബോൾ കുത്തിയിട്ട് ഗൂഗിളി പോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവന് സ്ട്രെങ്ത് ഉണ്ട്, ഇവന്റെ റിലീസ് പോയിന്റ് നാച്ചുറലി ഫേസ് ചെയ്യുന്ന ഫ്രണ്ടിലേക്കാണ്. ഇവന്റെ റിസ്റ്റ് മൊബിലിറ്റി സൂപ്പർ ആണ്. നോർമൽ ആയിട്ടുള്ള ഒരു എബോ ആവറേജിലാണ് നിൽക്കുന്നത്. ഒരു നല്ല ക്വാളിറ്റി റിസ്റ്റ് മൊബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ നാച്ചുറലി ഇവന്റെ ബോൾ കുത്തിയതിനു ശേഷമുള്ള സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ബാറ്റ്സ്മാൻ വന്ന ഒരു ന്യൂ ബാറ്റ്സ്മാൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി എന്റെ ഒരു വിക്കറ്റ് ടേക്കിംഗ് വെപ്പൺ എന്ന് പറഞ്ഞ ചിച്ചുവിനെ യൂസ് ചെയ്യുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ലെഗ് സ്പിന്നേക്കാൾ ബോൾ കുത്തിയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു 90% നമ്മൾ സക്സസ് ആയിരുന്നു. ചിച്ചുന്റെ ഗ്രിപ്പ് സെയിം തന്നെയാണ്. ഗ്രിപ്പ് സെയിം ആണ്, പക്ഷെ അവന്റെ കൈ ചെറുതാണ്. ഗ്രിപ്പ് ഇങ്ങനെ തന്നെയാണോ ഗ്രിപ്പ് എടുക്കുന്നത്? പക്ഷെ റിലീസ് ചെയ്യുന്നു സെയിം ബാക്ക് ഓഫ് ദ ഹാൻഡില്. അപ്പൊ ലെഗ് സ്പിന്നിനോ കുത്തി പുറത്തേക്കാണ് ചെയ്യുന്നുണ്ടെങ്കിലോ? ഫിംഗേഴ്സ് യൂസ് ചെയ്യും.
അത് ഇത് എല്ലാവർക്കും ഒരു യൂണിക് ടാലൻസ് ഉണ്ട്. ആ ടാലന്റ് കണ്ടെത്തിയിട്ട് നമ്മൾ അവരിലേക്ക് ആ കോച്ചിങ് കാര്യങ്ങളുള്ള നമ്മൾ കാര്യങ്ങൾ അവർ ജസ്റ്റ് ചെറിയ ചെറിയ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക.